ഹായ് സ്റ്റുഡൻസ്, നമ്മൾ CMA ഇന്ററിന്റെ റെഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളേക്ക് സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ 9. അതായത് CMA ഇന്ററിന് നിങ്ങൾക്കറിയാം 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന പേപ്പർ 9 OM ആൻഡ് SM, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന 2 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്ക് ഡീൽ ചെയ്യുന്നത് മനുസാറായിരിക്കും. നിങ്ങൾക്ക് വളരെ സുപരിചിതനായിരിക്കും അദ്ദേഹത്തിന്റെ ക്ലാസ്സും അതിന്റെ ബ്രിഡ്ജിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മുന്നേ ഒരു 30 മാർക്കിന്റെ പോർഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത് 2016 സിലബസിലൊക്കെ. പിന്നീട് അത് 2022 സിലബസ് വന്നപ്പോൾ ആ SM ഒരു പ്രാക്ടിക്കൽ റെലവൻസ് എല്ലാം പരിഗണിച്ചിട്ടായിരിക്കണം ആ 30 മാർക്ക് എന്നുള്ളതിന് 40 മാർക്കിന്റെ വെയിറ്റേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു ചാപ്റ്റർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 70 മാർക്സ് ഉണ്ടായിരുന്നു, OM 60 മാർക്സ് ആയി. ഇപ്പൊ 40 മാർക്കിന് SM ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ 40 മാർക്കിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ OMSM എന്നുള്ള ടോട്ടൽ സബ്ജക്റ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലൈക്ക് ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ ഗ്രൂപ്പ് 2 ആയിക്കോട്ടെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത് കാണുന്ന ഒരു പേപ്പറാണ് OMSM എന്ന് പറയുന്നത്. നല്ല മാർക്ക് നമ്മുടെ കുട്ടികൾ സ്കോർ ചെയ്യാറുണ്ട്. ലൈക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്, 85 മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്, അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സ്കോറിംഗ് പേപ്പറാണ്. ആ സ്കോറിംഗിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് SM എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള ഒരു പരിധിവരെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ SM കേസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു 40 മാർക്ക്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് പ്ലാനിംഗ്. പിന്നെ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ, ഇതാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന ചാപ്റ്റർ, ദാറ്റ് ഈസ് ഡിജിറ്റൽ സ്ട്രാറ്റജി. ഇപ്പൊ ഈ 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ്, ഏതിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. 10% വീതമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് ഓരോന്നിനും വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ടെക്നിക്കലി നമ്മളൊരു വോളിയം ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണ് പഠിച്ച ഏറ്റവും വെറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ ചാപ്റ്റർ 4. ചാപ്റ്റർ 4 കമ്പാരിറ്റീവ്ലി സ്മോളർ ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉണ്ടാവും. നല്ല രീതിയിൽ എളുപ്പത്തിൽ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ ചാപ്റ്റർ 1ഉം 2ഉം 3 ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടോട്ടലി എക്സ്പ്ലോർ ചെയ്യുന്നത്. ലൈക്ക് ആ ഒരു നല്ലൊരു ഏരിയ ഫുള്ള് ഡിസ്കഷൻ വരുന്നത് അതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1 ആയിരിക്കും. പിന്നീട് 2ഉം 3ഉം ആയിരിക്കും. 4 നമ്മൾ ഒരു സിംഗിൾ ഡേയിൽ അല്ലെങ്കിൽ ഒരു വളരെ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറഞ്ഞ കൂടിയുള്ള ചാപ്റ്ററാണ്. ഈ SM എന്ന് പറയുന്ന സബ്ജക്ട് പലർക്കും സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ റെലവൻസ് എന്താണെന്ന് പല കുട്ടികൾക്കും അറിയാറില്ല. SM എന്ന് പറയുന്ന സബ്ജക്ട് ടോട്ടലി ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സാധനമാണ്. അതായത് ഒരു മിഡിൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു ലോവർ ലെവൽ സാധനമല്ല, ടോപ്പ് ലെവൽ കോർപ്പറേറ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് CMA ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരേ പാക്കേജ് അല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 30,000 40,000 വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 80,000 1 lakh റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അതേസമയം 5 lakh 10 lakh rupees പെർ മന്ത് അടക്കം സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ പാക്കേജിൽ വലിയൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇതിന്റെ കോർ മനസ്സിലാക്കി, ഇതിന്റെ പ്രാക്ടിക്കൽ റെലവൻസ് മനസ്സിലാക്കി, റിയൽ സിറ്റുവേഷൻസും കമ്പനികളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇവന്റുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനം പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കേജിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അതിന് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് വരുത്തി നിങ്ങൾ അതിന്റെ ഒരു റിസൾട്ട്, ഒരു ഔട്ട്കം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നിങ്ങളെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അത്രക്കും പവർഫുൾ സബ്ജക്റ്റ് ആണ് SM എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ടോപ്പിക് വരുന്ന സ്റ്റഡി മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനപ്പുറം നമ്മുടെ ക്ലാസ് മൂവ് ചെയ്യുന്ന നമ്മളുടേതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് ഫുള്ളി ഇതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ SM വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇത്രയധികം യൂണിറ്റ്സ് ഫസ്റ്റ് ചാപ്റ്ററിനുള്ളിൽ വരുന്നുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സോൾ കേസസ് കാണാൻ പറ്റും. സോൾ കേസ് സ്ട്രാറ്റജി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സോൾ കേസസ് ഇതിൽ കാണാൻ പറ്റും. ഷോ യു സം. ഇത് കണ്ടോ, സോൾ കേസ് 2 ടെസ്ല സീക്രട്ട് സ്ട്രാറ്റജി.
നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ മെറ്റീരിയലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കേസസ് മാത്രമല്ല, നമ്മൾ റിയൽ കമ്പനിയുമായി ബന്ധപ്പെടുത്തി ഇതുപോലുള്ള ഒരുപാട് സിമിലർ ഇൻസിഡൻസ് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ വലിയ വലിയ കമ്പനികൾ ഇത്ര വലിയ സക്സസ് അച്ചീവ് ചെയ്തത്, ആരൊക്കെ സക്സസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ആ സക്സസിന്റെ ബാക്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ക്ലിയർ? ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നടന്നിട്ടുണ്ടോ, അത് ഓരോന്ന് എന്തായതെന്നുള്ളതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കമ്പനികളുമായി ബന്ധപ്പെടുത്തി നിങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാം, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ് ടു സീ യു ഓൾ.